കാന്തയ്ക്ക് ശേഷം അതെ വീണ്ടും നമുക്ക് വലിയ വ്യൂ ഒന്നും ഇല്ല, എന്തായാലും സന്തോഷം നമ്മളെ ഇഷ്ടം അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബബ നാളെ റിലീസ് ചെയ്യാണ് ബബബ. അതിന്റെ എക്സ്പെക്ടേഷൻ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് പറയുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം നാളെ നമ്മുടെ ദിലീപേട്ടൻ്റെയും അതുപോലെ തന്നെ ലാലേട്ടനും ഒന്നിക്കുന്ന ബബബ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തു പറയാനാ, എനിക്ക് എക്സ്പെക്റ്റേഷനാണ്. കാരണം ഇന്നലെ ഒരു പാട്ട് ഇറക്കി, അതിനെക്കുറിച്ചൊന്ന് പറയണം. കാരണം ആ പാട്ടിൻ്റെ ബീറ്റ് കുഴപ്പമില്ല, പക്ഷേ വരികൾ മോശമായിട്ട് തോന്നി. പക്ഷേ ആലോചിച്ച് പോയി, ഈ പാട്ട് ഇറക്കണ്ടായിരുന്നു, ആ തിയേറ്ററിൽ അങ്ങ് ഒരു ഫ്ലോയിൽ പോയിരുന്നെങ്കിൽ അങ്ങ് പോയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, പടത്തിനെ അത് ബാധിച്ചിട്ടില്ല. അതും ആയിരിക്കാം, പക്ഷേ അതൊന്നും ബാധിച്ചിട്ടില്ല. ഇന്നത്തെ പ്രൈസിൽ എൻ്റെ പൊന്നെണ്ണ ഞാൻ ഞെട്ടിപ്പോയെണ്ണ. വരാൻ കാര്യമൊന്നും ഇനി വരട്ട് ബഹിഷ്കരിക്കുക എന്തൊക്കെയോ വേണമായിരുന്നല്ലേ. ദിലീപ് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് കമന്റ്സുകൾ കണ്ടൂല. ബാക്കിയുള്ളവരെ ഞാൻ ഇതിൽ പറയാനില്ല. ഒന്നും വേണ്ട. KSRTC ബസ്സിൽ ഒരു ഇതിട്ടപ്പോഴത്തേക്കും എന്തൊക്കെയോ ആളില്ലാത്ത പോസ്റ്റ് ഈ കോളടിച്ച് ആരും തിരിഞ്ഞു നോക്കത്തില്ല. ദിലീപ് ഏട്ടന്റെ പോസ്റ്റ് ആകുമ്പോൾ ഇപ്പൊ നിലവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആർക്കും വെള്ളം അടിച്ചിട്ട് പോകുന്ന ഒന്നുമല്ല. നിങ്ങൾ വെള്ളത്തിൽ ആണിയടിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് ദിലീപ് ഏട്ടന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. 10 പേരിൽ 4 പേരെ കുറ്റവിമുക്തനാക്കി 6 പേരെ ശിക്ഷിക്കപ്പെട്ടു. ഇതിൽ 3 പേര് കുറ്റവിമുക്തനാക്കപ്പെട്ടവരെ പറ്റി സംസാരിക്കുന്നത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല. ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രമാണ് ഇങ്ങനെ പറയണം. അപ്പൊ നിലവിൽ കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിയെ ഇവരെങ്ങനെ പറയും? അപ്പൊ ആ വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കുക, ആ വ്യക്തിയെ ചൂഷണം ചെയ്യുക, ആ വ്യക്തിയെ ടോർച്ചർ ചെയ്യുക, ഇത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം. എന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, സത്യം ജയിക്കും എന്നുള്ള. സത്യം ജയിച്ചു, ഇതാണ് ഇവിടെ നടന്നത്. അതൊന്നും ഇവിടെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായി. 9 വർഷം ഈ മനസ്സിനെ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഒരു തെളിവില്ലാതെ 84 ദിവസം ജയിലിൽ. ഇതിനൊക്കെ 100% എതിർക്കുന്നവരാണ്. എന്തോ സത്യം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ഇത് ചെയ്തവർക്കും ദൈവത്തിനും മാത്രം. കാരണം വെച്ചാൽ പറയാനുള്ളത് വേറെ ഒന്നുമല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും കുരച്ചോളൂ, നിങ്ങളെ കുരപ്പിന്റെ വിജയമാണ് ഇന്നലെ നടന്ന പ്രീസെയിൽ. 2 കോടിക്ക് മേലിൽ ദിലീപേട്ടന്റെ കരിയറിൽ ഫസ്റ്റ് ടൈമാണ് ഈ പ്രീസെയിൽ കിട്ടിയത്. ഇത് ലാലേട്ടൻ ഫാക്ടർ കൊണ്ടോ ദിലീപേട്ടൻ ഫാക്ടർ കൊണ്ടോ പടത്തിന്റെ ഹൈപ്പ് കൊണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ സിനിമ അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കിയവർ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇനി കാണൂല, ഈ സിനിമ ഞങ്ങൾ കാണൂല എന്ന് പറഞ്ഞ മുഖത്തടിക്കുന്ന രീതിയിൽ ഉള്ള അണ്ണാക്കലടിയാണ് ഈ പ്രീസെയിൽ നടന്നത്. വേറെ ഒന്നുമല്ല. കാരണം ചില്ലറ തൂക്കലൊന്നുമല്ല തൂക്കിയത്. ഇവിടെ ട്രിവാൻഡ്രത്ത് IFFK ഒരുപാട് ആ IFFK ഉണ്ടായിട്ട് പോലും ലിമിറ്റഡ് സ്ക്രീനിലായിട്ടും തിയേറ്റർ ഞായറാഴ്ച വരെ ടിക്കറ്റ് ഇല്ല കിട്ടാൻ. ഈ IFFK ഉള്ളത് കൊണ്ട് മാത്രമായിട്ടും. എന്നിട്ട് പോലും പുറത്തൊക്കെ വണ്ടു 2 കോടിയുടെ മേലെ. നാളെ ഇനി വീണ്ടും കൂടും, ഇന്ന് രാത്രി വരെ. വീഡിയോ എടുക്കുന്ന സമയം ഉൾപ്പെടെ ബുക്കിംഗ് കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സെന്റർ ഇനി ഓപ്പൺ ചെയ്യാനും ഉണ്ട്. ഇത് നമുക്ക് സന്തോഷമായ കാര്യമാണ്. കാരണം വെച്ചാൽ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സിനിമകൾ നിങ്ങൾ പ്രൊമോഷൻ. കാരണം നമ്മൾ ചെയ്ത പ്രൊമോഷനോ ഒന്നുമില്ല. ദിലീപിന്റെ ഈ പടങ്ങളിലാണ് സത്യം പറഞ്ഞാൽ വലിയ പ്രൊമോഷനോ ഇവന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല റിലീസ് ചെയ്യാൻ. കാരണം ആൾറെഡി പുറത്ത് നല്ല രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ കാണത്തില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാൻ പടം 100 കേസിലോട്ട് പോകുന്നില്ല. അത് നിങ്ങളെ മാത്രം ഇഷ്ടം, ഇത് ഞങ്ങളെ ഇഷ്ടമാണ്. വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പടം തൂക്കും, പൊളിക്കും. നല്ല ദിലീപേട്ടന്റെ കരിയർ ഹൈയസ്റ്റ് വൺ കമ്പയർ. കാരണം എന്ന് വെച്ചാൽ പട്ടാഭിഷേകം കഴിഞ്ഞ് അണ്ണായി വനവാസം കഴിഞ്ഞ് കാരണം 100% എല്ലാം അങ്ങോട്ട് വൻ തിരിച്ചു വന്നു. ജനപ്രിയ നായക ഒരിടത്തും പോയിട്ടില്ല, ദിലീപേട്ടൻ തന്നെ. ആ സ്വീകാര്യത എന്താണെന്ന് ഈ കുറ്റം പറഞ്ഞ അവരെ അണ്ണാക്കി അടിച്ചുകൊണ്ട് തന്നെയാണ് ഈ പടം 18-ാം തീയതി പോസിറ്റീവ് വന്നതിനെ കത്തും. രാമലയിലേക്ക് എന്ത് സംഭവിച്ചോ അത് ഈ പ്രീസെയിൽ വരെ നടന്നിട്ടുള്ളത് അത് തന്നെയാണ്. കറക്റ്റ് രാമലീല ഫീലിന് എനിക്കാണ്. ദിലീപേട്ടൻ്റെ പടം നിങ്ങൾ കാണാതിരിക്കുക, അത് നിങ്ങളെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. പടം കാണൂല, ബഹിഷ്കരിക്കും, സിനിമ അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളത് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കിപ്പോൾ എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ആ എല്ലാ തിയേറ്ററിലും കേരളത്തിൽ മൊത്തം നിങ്ങൾ കയറി ഇറങ്ങിയിട്ട് ആൾക്കാരെ കയറ്റാതിരിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും. വേറെ ഒന്നും പറയുന്നില്ല. ബാക്കി പടം റിലീസിന് ശേഷം പടം 100% അതൊരു എൻ്റർടൈൻമെൻറ്റ്. അവർ തന്നെ പറയുന്നത് ലോജിക്കില്ല, ഒൺലി മാഡ്നസ്. അതായത് ഒരു അജിത്തിനെ ഗുഡ് ബാഡ് അഗ്ലി അതൊക്കെ കണ്ടത് ഒരു ലോജിക്കില്ലാതെ ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം എന്ന ദിവസം. പക്ഷേ നമുക്ക് എന്താണെന്ന് കണ്ടുകഴിഞ്ഞാൽ അറിയാം. ഇപ്പോഴും പ്രതീക്ഷ ഉള്ളതെന്ന് വെച്ചാൽ പടം ഒരു എൻ്റർടൈൻമെൻറ്റ് പടമായിരിക്കും. തൂക്കി അടിച്ചിരിക്കും. ദിലീപേട്ടൻ വൺ കംബാക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഈ ബുദ്ധിജീവികളൊന്നും അങ്ങോട്ട് വരില്ലേ. ഞാൻ
പ്രത്യേകിച്ച് പറയാം, ദയവ് ചെയ്ത് അങ്ങോട്ട് വരരുത്. 100% ഈ പടം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അടിക്കാൻ കുറേ വരും. കാരണം ഇവർക്ക് നശിപ്പിക്കുക എന്നൊരു ഫാക്ടർ പക്ഷേ വേറെ ഒരു സൈഡിൽ പബ്ലിസിറ്റി ഉണ്ട്. സിനിമയെ ഇഷ്ടപ്പെടുന്നവർ 100% സിനിമയായിട്ട് പ്രേക്ഷകർ, നിങ്ങളിപ്പോൾ കുറ്റം പറയുന്ന നിങ്ങൾ ഉൾപ്പെടെ ദിലീപ് ഏട്ടൻ്റെ സിനിമ കണ്ട് ചിരിച്ച വ്യക്തികളാണ്. ദിലീപ് ഏട്ടൻ്റെ സിനിമകൾക്ക് കാത്തിരുന്നവരാണ്. ദിലീപ് ഏട്ടൻ്റെ 100% ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ ഇതാവണം എന്നുള്ളതുകൊണ്ട് നിങ്ങളെ രീതി കാണിക്കുന്നു. അതൊന്നും നമുക്ക് വിഷയമില്ല. 100% ജനപ്രിയ നായകനെന്ന് പ്രേക്ഷകർ അംഗീകരിച്ച് മനസ്സിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ജനപ്രിയ നായകൻ വീണ്ടും തുടരും. വേറെ ഒന്നും പറയില്ല. നമ്മളെ സിനിമ കാണണ്ടെന്ന് പറയാനുള്ള ഒരു അധികാരമൊന്നും ആർക്കും ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കാണും. ഞങ്ങൾ എവിടെ നിന്നാലും സിനിമ വേറെ, ജീവിതം വേറെ, അത്രേ ഉള്ളൂ. ഇപ്പം എന്തോ ആവട്ടെ, ഇപ്പോൾ ഒരു മോശം വ്യക്തിയാണെങ്കിൽ പോലും അവൻ്റെ സിനിമ നല്ലതാണ് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ സിനിമ സ്നേഹമാണ്. പടം തൂക്കി അടിക്കും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.